ഗുജറാത്ത് വിമാന ദുരന്തത്തിന്റെ DNA പരിശോധനാ നടപടികൾ പുരോഗമിക്കുകയാണ് അഹമ്മദാബാദിലെ ആശുപത്രിയിൽ. ഇതേസമയം നഗരത്തിലെ ചില കടകളിലെ തൊഴിലാളികൾ നല്ല തിരക്കിലാണ്. ശവപ്പെട്ടി നിർമ്മിക്കുന്നവരാണ് അവർ. മഹാദുരന്തം വലിയ വേദനയുണ്ടാക്കി, പക്ഷേ തൊഴിലാണല്ലോ ഇതെന്ന് അവർ പറയുന്നു. ന്യൂസ് മലയാളം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 15 വർഷമായി അഹമ്മദാബാദ് നഗരത്തിൽ ശവപ്പെട്ടി ഉണ്ടാക്കുന്ന നീലേഷ് ഭായ് എന്ന വഗേല നീലേഷിന് AI-171 ലണ്ടൻ വിമാന ദുരന്തമുണ്ടായ അന്ന് രാത്രി എയർ ഇന്ത്യ ഓഫീസിൽ നിന്നൊരു കോൾ വന്നു. എത്ര പെട്ടികൾ സ്റ്റോക്ക് ഉണ്ടാകുമെന്നായിരുന്നു ചോദ്യം. 55 എണ്ണം നീലേഷ് പറഞ്ഞു. 120 എണ്ണമെങ്കിലും ഉടനെ വേണം എന്നായിരുന്നു ആവശ്യം. രാത്രിയും പകലുമില്ലാതെ പണി ചെയ്ത 100 ശവപ്പെട്ടി എയർ ഇന്ത്യക്ക് നൽകിയെന്ന് നീലേഷ് ഭായ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മരണം കച്ചവടം നൽകും, പക്ഷേ വിമാന ദുരന്തം വലിയ വേദനയുണ്ടാക്കി എന്ന് നീലേഷ് പറഞ്ഞു. ऑर्डर मिला नहीं मेरे को, तो बोला कि कितना आप दे सकते हो. मैंने बोला 80, 90, 100 दे सकता हूँ. जो मेरी क्षमता है, बस उतनी ज्यादा क्षमता नहीं है मेरी. अरे घर वाले, लेकिन दुख भी है ना, दुख भी है. छोटे बच्चे थे, किसी की लड़की थी, किसी का पति था. ഓട്ടോ ഡ്രൈവർ ആയിരുന്നു നീലേഷ്. ആകസ്മികമായാണ് ശവപ്പെട്ടി കച്ചവടത്തിലേക്ക് വന്നത്. കച്ചവടം കുറയുമ്പോൾ മറ്റു പണികൾക്ക് പോകും. ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതലും ഈ തൊഴിൽ മേഖലയിലുള്ളത്. ഹിന്ദുവായ നീലേഷ് ഇതിനിറങ്ങിയപ്പോൾ വീട്ടുകാർക്ക് കടുത്ത എതിർപ്പായിരുന്നു. പക്ഷേ ഇത് ചെയ്യാനും ആളുകൾ വേണ്ടേ എന്ന് നീലേഷ്. बहुत लोग बोल रहे हैं कि आप कर रहे हैं. मैंने बोला उसमें क्या है, काम कोई छोटा बड़ा नहीं होता है. मैं कर रहा हूँ. हाँ, मैं पढ़ा लिखा नहीं हूँ, मेरे हाथ में आ गया, कर रहा हूँ मैं. अब मेरे तो हो रहा है तो मैं कर रहा हूँ. उसमें क्या है, मेरा तो काम होता है तो मैं करता हूँ. और मुझे अब सेट हो गया है तो मैं करता हूँ. ജൂൺ 13 രാത്രിയോടെയാണ് ഗുജറാത്തിലെ വഡോദര ഫത്തേജ്ഗഞ്ചിലെ നെൽവിൽ രാജ്വാഡിക്ക് ഓർഡർ ലഭിച്ചത്. 100 ശവപ്പെട്ടിക്കുള്ള ഓർഡർ. പല സൈസിലുള്ളവ അത്രയും എണ്ണം കടയിലില്ലായിരുന്നു. അത്രയും സ്റ്റോക്ക് ചെയ്യുന്ന പതിവുമില്ല. പിന്നീട് കൂടുതൽ പണിക്കാരെ വെച്ച് ശവപ്പെട്ടി ഉണ്ടാക്കി, കുട്ടികൾക്കുള്ളതടക്കം. നെൽവിന്റെ വാക്കുകൾ. മെത്തഡിസ്റ്റ് ചർച്ച് കോംപ്ലക്സിലിരുന്ന് അവർ പണിതുണ്ടാക്കി. മകൻ മെൽവിനും ഭാര്യ ബ്രീനയും ഒപ്പം കൂടി. പ്ലൈവുഡും തുണികളും ചേർത്തുണ്ടാക്കി പണി തീർത്തെന്ന നെൽവിൻ. 15ഓളം പേരുടെ അധ്വാനം. സാധാരണ 6000 രൂപയാണ് വില. 3000 രൂപയ്ക്കാണ് ഇത്തവണ വിറ്റതെന്നും നെൽവിൻ. 60 വയസ്സുള്ള നെൽവിന് 30 വർഷമായി ശവപ്പെട്ടി കച്ചവടമാണ്. ഇതിനു മുൻപ് ഗുജറാത്ത് സർക്കാരിൽ നിന്ന് വലിയ ഓർഡർ വന്നത് നെൽവിൻ ഇപ്പോഴും ഓർക്കുന്നു. സങ്കടകരമായിരുന്നു ആ ദിനവും. 2001 ഭുജ് ഭൂകമ്പത്തിന്റെ ദിനങ്ങളായിരുന്നു അത്. ന്യൂസ് മലയാളം, അഹമ്മദാബാദ്.